ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി കാവ്യതാരയിലെ രണ്ടാമത്തെ പോയം സൂർദാസിന്റെ ബാലലീല കെ പദ്, ആ പദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്കാദ്യം सूरदासिने कुरिച്ച് നോക്കാം. सूरदास जी कृष्ण भक्ति शाखा के प्रमुख कवि है. आरंभ में वे विनय के पद रचते थे. कृष्ण भक्ति ശാഖയിലെ കവിയായിരുന്നു സൂർദാസ് ജി. ജന്മന അന്ധനായിരുന്നു. ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. वल्लभाचार्य का शिष्य बनने के बाद उनकी प्रेरणा से भगवान की लीला के पद गाने लगे. വല്ലഭാചാര്യരുടെ ശിഷ്യനായതിനു ശേഷം ഭഗവാന്റെ ബാലലീല പദ് പാടുവാൻ തുടങ്ങി. ഉൻകെ പദോं का संग्रह सूर सागर में किया गया है. അദ്ദേഹത്തിന്റെ പദ്യങ്ങളെല്ലാം സൂർ സാഗർ എന്ന ആ രചനയിലൂടെ വ്യക്തമാണ്. सूर सारावली और साहित्य लहरी उनकी दो अन्य रचनाएं में. അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് രചനകൾ സൂർ സാരാവലിയും സാഹിത്യ ലഹരിയുമാണ്. सूर सागर में श्रीमद् भागवत के दशम स्कंद के आधार पर भगवान कृष्ण की कथा कही गई है. सूर सागरिൽ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിനെ ആസ്പദമാക്കിയുള്ള ഭഗവാൻ കൃഷ്ണന്റെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. വ്രജ ഭാഷാമേം രജെ ഗേയ് പദോമേം വിനയ വാത്സല്യ രൂപഛവി ബാലലീല सख्य प्रेम और माधुर्य भक्ति का सुंदर चित्रण मिलता है. അപ്പോൾ വിനയം, വാത്സല്യം, രൂപം, ഭംഗി, ബാലലീല മുതലായവ എല്ലാം ഈ സൂർ സാഗറിലൂടെ വ്യക്തമാണ്. രാസലീല और प्रेम के संयोग पक्ष का भ्रमगीत में गोपियों के विरह का मार्मिक वर्णन है. ഭ്രമർഗീതിൽ ഗോപികമാരുമായിട്ടുള്ള വിരഹവേദനയെക്കുറിച്ചും വർണ്ണിച്ചിട്ടുണ്ട്. രാസലീലയില് सूरदास के पदों में वात्सल्य और श्रृंगार रसों का परिपाक हुआ है. അദ്ദേഹത്തിന്റെ പദ്യങ്ങളിൽ വാത്സല്യം, ശൃംഗാരരസം എന്നിവ വളരെ മനോഹരമായി വ്യക്തമാക്കിയിട്ടുണ്ട്. श्रृंगार के दोनों पक्षों संयोग और वियोग के चित्रण में सूरदास बेजोड़ है. ശൃംഗാരത്തിന്റെ രണ്ട് പക്ഷങ്ങളിലും സംയോഗവും വിയോഗവും ചിത്രീകരിക്കുന്നതിൽ സൂർദാസ് അത്യധികം വിജയിച്ചിട്ടുണ്ട്. കാവ്യധാരയില് ബാലലീല കെ പദ് മേം जो सूर सागर से लिया गया है. സൂർ സാഗറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കാവ്യധാരയിൽ നമുക്ക് പഠിക്കാനുള്ള ബാലലീല കെ പദ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ സ്റ്റാൻസ നോക്കാം. ജസോദ ഹരി പാലൈ ചുലാവൈ ഹൽ രാവൈ ദുൽ രാവൈ മലാവൈ जोई सोई कच्चू गावई. मेरे लाल कौम आऊ निंदरिया कानई न आनी सुलावई. तू कानई नहीम बेगहिम आवई. तो कौम कान बुलावई कबहुम. पलक हरी मूंदी लेत है कबहुम अधर फरकावई. तू सोवद जानी मौन होई रही करी करी
സയന് ബതാവൈ. ഇനിയും അന്തർ അകുലായി ഉഠേ ഹരി ജസുമതി മധുരയും ലഗാവൈ. ജോ സുഖ സൂർ അമർ മുനി ദർലഭ സോ നന്ദഭാമിനി പാവൈ. നമുക്ക് ഇതിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ് ഒന്ന് നോക്കാം. ജസോദ യശോദ മാതാവ്, ഹരി പാൽനൈ ചുലാവൈ. പാൽനൈ ചുലാവൈ എന്ന് പറഞ്ഞാൽ തൊട്ടിൽ കിടത്തിയാട്ടുക എന്നാണ്. ഹലരാവൈ, ഹലരാവൈ ഇളക്കുന്നു, ആട്ടുന്നു. പിന്നെയോ ദുലരായി, ദുലരായി മാനെ प्यार की चेष्टाओं द्वारा बच्चों को പ്രസന്ന കർത്തി ഹേ. സ്നേഹത്തോടുകൂടി കുട്ടികളെ ഓരോ കളിവാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിക്കുക എന്നാണ്. അടുത്തത് മലാവയും. മലാവയും മാനെ സ്നേഹസേ ഹാത്ത് ഫേർന, തലോടുക എന്നാണ് അർത്ഥം. ജോയി സോയി കച്ചു ഗാവൈ, മനസ്സിൽ ജോ ആത്താഹേ വൈസ കുച്ച് ഗാത്തി ഹേ. അപ്പോൾ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതനുസരിച്ച് പാട്ടുപാടുക. ലാൽ, ലാൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട കുട്ടി എന്നാണ്. ആവൂ നിന്ദരിയ, നീന്താവൂ, ഉറക്കം വരുക. കാനൈ ന ആനി സുലാവൈ, ക്യോ ന ആക്കർ സുലാത്തി. എന്താണ് ഉറക്കമേ നീ വന്ന് ഉറക്കാത്തത് തന്റെ പുത്രനെ എന്നാണ്. കാഹൈം എന്തുകൊണ്ട്, ബേഗഹിം പെട്ടെന്ന്, തോകോം തുച്ഛേ നിന്നെ, കാന് അഥവാ ശ്രീകൃഷ്ണൻ, ബുലാവൈ ബുലാത്താഹെ വിളിക്കുന്നു, കബഹുംക് ഒരിക്കലും, കഭി, പലക്ക് പലക്ക് മാനെ കൺപോള, മൂന്തി ലേത്തുഹേ ബന്ദ് കർത്താഹേ അടയ്ക്കുന്നു, അധർ അധരങ്ങൾ ചുണ്ടുകൾ, ഫർക്കാഹൈ ഫടുക്കാത്താഹേ, സോവത് ജാനി സോത്ത ജാൻകർ ഉറക്കം നടിച്ചിട്ട്, മൗനുഹേ രഹി മിണ്ടാതെയിരിക്കുക, കരികരി സയൻ ബതാവോ ഹാത്ത് കെ ഇഷാരെ സെ ബാतें करती है. ഇനിയും അന്തർ ഇതിനിടയിൽ, അകുലായി രഹേ വ്യാകുലഹോടെ ദുഃഖിക്കുന്നു, മധുരയും ഗാവൈ മധുരമായ സ്വരത്തിൽ പാട്ടുപാടുന്നു. അമർ, അമർ മാനെ ദേവത, ദുർലഭ ദുർലഭ് സോ, നന്ദ് വഹെന്ന് പറഞ്ഞാൽ നന്ദ് നന്ദഗോപര്, പാവൈ പ്രാപ്ത് ഹോത്തി ഹേ നേടുന്നു എന്നാ. ഇതിലെല്ലാ വലിയ വലിയ ബുദ്ധിമുട്ടുള്ള വേർഡുകളുടെ മീനിങ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അതിന്റെ മൊത്തത്തിലുള്ള ഭാവാർത്ഥമായിട്ട് നമുക്ക് നോക്കാം. അത്രയും വരികൾ പരീക്ഷയ്ക്ക് ഒരുമിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അനോട്ടേഷനായിട്ടോ ഭാവാർത്ഥമായിട്ടോ ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. നോക്കാം. യഹാം ബാലകൃഷ്ണ കാ പ്രസംഗ് ഹേ. ഇവിടെ ബാലകൃഷ്ണന്റെ പ്രസംഗ് ഹേ. ഭഗവാൻ ബാലകൃഷ്ണനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മാതാ യശോദ ബാലകൃഷ്ണ को पालने पर लिटाकर सुलाने का प्रयत्न करती है. ബാലകൃഷ്ണന ആയ ശ്രീകൃഷ്ണനെ കിടത്തി ഉറക്കാൻ യശോദാ മാതാവ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. വേ ഉസേ ദിലാത്തി ഹേ ദുലാത്തി ഹേ, ഹിലാത്തി ഹേ ദുലാർത്തി ഹേ. യശോദ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും
ഉറക്കാനുള്ള ആ മാർഗങ്ങളെല്ലാം നോക്കുന്നു. പുചക്കാർത്തി ഹേ ഔർ ജൈസ ജൈസ കുച്ച് ഗാത്തി ഹേ, പതുക്കെ പതുക്കെ പാട്ടുപാടുന്നു. ഊരി നീന്ത്, എന്നിട്ട് പറയുന്നു, അല്ലയോ ഉറക്കമേ, തൂ മേരേ ലാൽ കെ പാസ് ആ, അല്ലയോ ഉറക്കമേ, നീ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ അടുത്ത് വരൂ. തൂ ആക്കർ കൃഷ്ണക്കു ക്യോ നഹി ബുലാത്തി, തൂ ആക്കർ കൃഷ്ണക്കു ക്യോം നഹിം സുലാത്തി, നീ വന്ന് കൃഷ്ണനെ എന്തുകൊണ്ട് ഉറക്കുന്നില്ല. തു ജൽദി ക്യോ നഹിയാത്തി, എന്തുകൊണ്ട് നീ വേഗം വരുന്നില്ല. തുജേ കൃഷ്ണ ബുലാ രഹാ ഹേ, ഉറക്കമേ, നിന്നെ കൃഷ്ണൻ വിളിക്കുന്നു. കൃഷ്ണ കഭി പലക്കോ കോ ബന്ദ് കർ ലേത്താ ഹേ, കൃഷ്ണൻ ചിലപ്പോഴെല്ലാം കണ്ണുകൾ പതുക്കെ പതുക്കെ അടയ്ക്കുന്നു. കഭി ഹോണ്ട് കോ ഫട്കാത്താ ഹേ, ചിലപ്പോൾ ചുണ്ടുകൾ തമ്മിൽ കടിക്കുന്നു. അഥവാ കൃഷ്ണന് ഉറക്കച്ചടവ് വന്നു തുടങ്ങി എന്നർത്ഥം. കൃഷ്ണക്കോ സ്വത്താഹുവ ജാൻകർ യശോദ ചുപ്പുഹു ജാത്തി ഹേ, കൃഷ്ണൻ ഉറങ്ങിയെന്നതോ വിചാരിച്ചുകൊണ്ട് യശോദ മിണ്ടാതെയിരിക്കുന്നു. അവർ ദൂസരോം സേ ഹാത്ത് കെ ഇഷാരെ സേ ബാത്തേം കർത്തി ഹേ, മറ്റുള്ളവരോട് കൈകൊണ്ട് പറയുന്നു മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് ആംഗ്യ ഭാഷയിൽ പറയുന്നു. ഇസ് ബീച്ച് കൃഷ്ണ വ്യാകുൽ ഹോ ഉത്താഹേ, ഇതിനിടയിൽ വീണ്ടും കൃഷ്ണൻ ഉറക്കമുണരുന്നു. ഔർ യശോദ ഫിർ മധുർ സ്വർ സേ ഗാനെ ഗാത്തി ഹേ, വീണ്ടും മധുരമായ സ്വരത്തിൽ യശോദ പാട്ടുപാടുന്നു. സൂർദാസ് കഹത്തെ ഹെ കി ജോ സുഖ് ദേവതാവോം ഔർ മുനിയോം കോ ഭി ദുർലഭ് ഹേ, സൂർദാസ് പറയുകയാണ്, ദേവതമാർക്കും മുനിമാർക്കും ലഭിക്കാത്ത സുഖമാണ് വഹ് നന്ദക്കി പത്നി യശോദ പ്രാപ്ത് കർ രഹി ഹേ, നന്ദഗോപരുടെ ഭാര്യ യശോദ പ്രാപ്തമാക്കിയിരിക്കുന്നത് ഒരു ഭഗവാനെ ഉറക്കുവാനുള്ള ആ ഒരു കഴിവ്, അതിനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചിരിക്കുന്നു. बालकों की प्रकृति और मातृवात्सल्य का सुंदर चित्रण यहाँ हुआ है. ബാലകന്റെ പ്രകൃതവും ഒരു മാതൃവാത്സല്യത്തിന്റെ മനോഹരമായ ചിത്രവുമാണ് ഇവിടെ സൂർദാസ് വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ബാലലീലയിലെ രണ്ടാമത്തെ ഭാഗം നമുക്ക് നോക്കാം. ശോഭിത് കർ നവനീത് ലിയേ കുടുരുനി ചലത് രേണു തൻ മണ്ഡിത് മുഖ ദധി ലോപ കിയേ ചാരു കപോൽ ലോൽ ലോചൻ ഗോരോചന തിലക് ദിയേ ലഡ ലട്കനി മനു മത്ത് മധുബഗണ മാദക മധുഹി പിയേ കഠുല കണ്ഠ വജ്രകേഖരി നഖ് രാജദ രുചിരഹിയേ ധന്യശൂർ ഏകൈ പല ഇനിം സുഖ കാ സത കൽപ്പജിയേ. വേർഡിന്റെ മീനിങ് നമുക്ക് നോക്കാം. ശോഭിത് ശോഭിക്കുക, കര കൈയെന്നാണ്, നവനീത് വെണ്ണ, കുടരുനീ ചലത്ത് കാൽമുട്ടു കൊണ്ട് നിരക്കി നിരക്കി നടക്കുക, രേണു രേണു എന്ന് പറഞ്ഞാൽ പൊടിയെന്നാണ്, തന മണ്ഡിത് ശരീരം ശോഭിക്കുന്നു, ദധി ദധി എന്ന് പറഞ്ഞാൽ ദഹി തൈരെന്നാണ്, ലേപക്കിയെ വാരി പുരട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ലേപനം ചെയ്തുകൊണ്ട്, ചാരു മനോഹരമായ, കപോൽ കവിൾത്തടം, ലോലലോചന ചഞ്ചല ആംഘേം, ഗോരോചന് മഞ്ഞ നിറത്തിലുള്ള ഒരു തരം സുഗന്ധദ്രവ്യം, ലഡ് ലഡ് എന്ന് പറഞ്ഞാൽ കുറുനിര, ലട്കനി ലടക്കനേ വാലെ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ,
മനുമത്തുമധുബ ഗണ, മത്തുപിടിച്ച വണ്ടുകളുടെ കൂട്ടത്തെ പോലെ, മാദക ലഹരി പിടിപ്പിക്കുന്ന, മധുഹിം പിയേ മധു കുടിച്ചിട്ട്, തേൻ കുടിച്ചിട്ട്, കഠുല ഗലേമേം പഹനനെ കാ ബച്ചോം കാ ഏക് ആഭൂഷൺ, സാധാരണ കുട്ടികളുടെ കഴുത്തിൽ അണിയുന്ന ഒരു ആഭരണം. വജ്ര അഥവാ രത്നം, കേഹരീനഖ വ്യാഘ്രനഖം, രാജത് ശോഭിക്കുക, രുചിര് മനോഹരമായ, ഹിയ ഹൃദയിക്കാവ അഥവാ ഹൃദയവക്ഷ, ഏകവും പൽ ഒരു നിമിഷം, ഏക് ഹി പൽ എന്നർത്ഥം. ഇഹിം ഇത്, കാ സദ കൽപ്പ് ജിയേ ശതകൽപ്പ് ജീവിത രഹിനേസി ക്യാ, 100 വർഷങ്ങളോളം ജീവിച്ചിരിച്ചിട്ട് എന്തിന്, കൽപ്പ് 1000 മഹായുഗങ്ങൾ കൂടിയത്. എല്ലാ വേർഡുകളുടെയും മീനിങ് നമ്മളിപ്പോൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഭാഗമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. യഹ് കൃഷ്ണ കി ബാലലീല ക സുന്ദർ പദ് ഹേ, കൃഷ്ണന്റെ ബാലലീലയിലെ മനോഹരമായ പദ്യമാണിത്. സൂർദാസ് ജി ने घुटनों के बल पर चलने वाले बाल गोपाल की रूप छवि का वर्णन यहाँ किया है. മുട്ടിട്ട് നിരങ്ങി നീന്തി നടക്കുന്ന കൃഷ്ണന്റെ ബാലലീലയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ബാലക കൃഷ്ണ ഹാത്തോമേം നവനീത് ലിയേ ശോഭിത് ഹേ, ബാലനായ കൃഷ്ണൻ തന്റെ കയ്യിൽ മനോഹരമായ നവനീത് ലിയേ ചൽ രഹേ ഹേ, उसका ശരീർ ധൂൽ ദുസരിത് ഹേ, അദ്ദേഹത്തിന്റെ ശരീരം ധൂൽ ദുസരിത് ഹേ പൊടിപടലങ്ങൾ നിറഞ്ഞ് ഇരിക്കുന്നു. ഔർ മുഖമേം ദഹി കാ ലോപൻ ഹേ, മുഖം മുഴുവനും തൈര് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൃഷ്ണ കെ കബോൽ അത്യന്ത സുന്ദർ ഹേ, കവിൾത്തടം വളരെ മനോഹരമാണ്. ഔർ ഉസ്കി ആംഖേം ചഞ്ചൽ ഹേ, കണ്ണുകൾ വളരെ മനോഹരം. മാധേ പർ ഗോരോചന കാ തിലക് ലഗായാ ഹേ, നെറ്റിയിൽ തിലകം ചാർത്തിയിരിക്കുന്നു. കൃഷ്ണ കി ലടേം ഇസ് പ്രകാർ ലടക് രഹി ഹേ മാനോം മത്ത് ഭ്രമർ മാദക് മധു പീക്കർ മുഖ് കപോൽ കെ ചാരോം ഓർ ഘൂം രഹി ഹും. കൃഷ്ണന്റെ മുടി കണ്ടാൽ മത്തുപിടിച്ച് മതോന്മത്തമായി നടക്കുന്ന വണ്ടുകൾ അദ്ദേഹത്തിന്റെ മുഖത്തിന് ചുറ്റുമിങ്ങനെ വട്ടമിട്ട് പറക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഉസ്കെ ഗലെ പർ കടുല രത്ന ഔർ വക്ഷ പർ വ്യാഘ്ര നഖ് ശോഭിത് പാൽ രഹേ ഹേ, അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു തരം മാലയും രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ കൊണ്ട് അദ്ദേഹം ശോഭിതനാണ്. सूरदास जी कहते हैं कि कृष्ण के इस रूप सौंदर्य को क्षण भर देखने का सुख भी धन्य है. കൃഷ്ണന്റെ ഈ സമയത്തെ സൗന്ദര്യം ഒരു നിമിഷം കാണുന്നത്, ദർശിക്കുന്നത് വളരെ വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. ഇസ്കെ ബിന ശതകൽപ്പ് ജീവിത രഹിനെ സെ ക്യാ ലാഭ്, ഇത് കാണാതെ 100 വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് ലാഭം. ബാലഗോപാൽ की रूप छवि का यह वर्णन अत्यंत सुंदर और स्वाभाविक बन पड़ा है. ബാലഗോപാലന്റെ
രൂപഭംഗിയെക്കുറിച്ചുള്ള വർണ്ണന വളരെ മനോഹരവും വളരെ സ്വാഭാവികവുമാണ്. खुडनों के बल रेंगने वाले बालगोपाल का एक सुंदर शब्द चित्र की सूरदास जी ने हमारे सामने उदार किया है. മുട്ടിട്ട് നിരങ്ങുന്ന ബാലഗോപാലന്റെ മനോഹരമായ ഒരു ശബ്ദചിത്രമാണ് നമ്മുടെ മുൻപിലേക്ക് സൂർദാസ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അന്തിമ पंक्ति में कवि की അനന്യ ഭക്തിഭാവന പ്രകട ഹുയി ഹെ. അവസാനത്തെ വരിയില് കവിയുടെ അനന്യമായ ഭക്തിഭാവനയാണ് അദ്ദേഹം ഇതിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സൂർദാസിന്റെ ബാലലീല എന്ന ഈ പദ്യം വളരെ ലെങ്തിയാണ്. ഒറ്റയടിക്ക് അത് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ബോറായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ആദ്യത്തെ 2 സ്റ്റാൻസ സൂർദാസിന്റെ ബാലലീല പാർട്ട് 1 ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. പാർട്ട് 2 ആയിട്ട് ബാക്കിയുള്ള സ്റ്റാൻസയും നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.